സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മുഴുവൻ പോക്കറ്റ് മണിയാണ്. 1 കോടി രൂപ പോക്കറ്റ് മണി. നന്നായിട്ട് പൈസ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രാവൽ എക്സ്പെൻസുകൾ, അതേപോലെ തന്നെ അവിടുത്തെ അക്കോമഡേഷൻ, ഇതൊക്കെ ഇവരെ കൊണ്ടുപോകുന്ന ഈ ഏജൻസിക്കാർ തന്നെയാണ് പേ ചെയ്യുന്നത്. ഓൾ ഓവർ ഓസ്ട്രേലിയ അവർക്ക് കാണാനായിട്ട് സാധിക്കും, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും 5 പൈസ മുടക്കില്ലാതെ. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മലയാളി പയ്യനെ പരിചയപ്പെട്ടു. അവൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 2 കൊല്ലമായി. അവനിവിടെ വന്ന് ബ്രിഡ്ജ് കോഴ്സ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവന് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരും പിന്നെ അവൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ട്രാവൽ നേഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം ചെയ്യുന്നത്. അവൻ പറഞ്ഞത് അവർ ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ 2ആണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, ഓൾ ഓവർ ഓസ്ട്രേലിയ അവർക്ക് കാണാനായിട്ട് സാധിക്കും, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും 5 പൈസ മുടക്കില്ലാതെ. 2, ഏകദേശം 1,80,000 മുതൽ $2 ലക്ഷം വരെയാണ് ഒരു കൊല്ലം ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് സാധാരണ ഒരു നേഴ്സ് നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ ബ്രിഡ്ജ് കോഴ്സ് കഴിഞ്ഞ ശേഷം ജോലി കയറിയാൽ ഏകദേശം ഒരു $60,000 ശമ്പളത്തിലാണ് കയറുന്നത്. അതിൽ നിന്ന് ടാക്സും കാര്യങ്ങളെല്ലാം പോകണം. അതല്ല, ഇവിടെ വന്ന് പഠിക്കുവാണെങ്കിൽ ഈ 3 കൊല്ലം 4 കൊല്ലം കൊണ്ട് ഒരു നേഴ്സായി പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം $60,000 ആകും. എന്നാൽ ആ സ്ഥാനത്ത് ഇവൻ പറഞ്ഞത് 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന ട്രാവൽ നേഴ്സ് എന്നുള്ള പരിപാടി ചെയ്യാവുന്നതാണ്. അവൻ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സീനിയേഴ്സോ അവൻ്റെ ഫ്രണ്ട്സോ ആരണ്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞു അവർ വളരെ ഹാപ്പിയാണെന്നാണ് പറഞ്ഞത്. ഇവർക്ക് പിന്നെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ട്രാവൽ എക്സ്പെൻസുകൾ, അതേപോലെ തന്നെ അവിടുത്തെ അക്കോമഡേഷൻ, ഇതൊക്കെ ഇവരെ കൊണ്ടുപോകുന്ന ഈ ഏജൻസിക്കാർ തന്നെയാണ് പേ ചെയ്യുന്നത്. ആ ഇനത്തിലും അവൻ ഒരുപാട് പൈസ സേവ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നാട്ടിലെ കടങ്ങളും വിറ്റുമൊക്കെ പെട്ടെന്ന് വീട്ടാനായിട്ട് സാധിച്ചു അവർക്ക്. അതിനുശേഷം ഇപ്പോൾ അവർ പൈസ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം തന്നെ വീട് മേടിക്കാനായിട്ട്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ജോലി ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടി പൈസ ആണിത്. $60,000 വെച്ചാണ് നമ്മൾ സാധാരണ ശമ്പളം ഉള്ളതെങ്കിൽ ഇതിന് പോകുമ്പോൾ ഏകദേശം 180 മുതൽ 200,000 വരെ, അതായത് ഏകദേശം നാട്ടിലെ 1 കോടി രൂപയ്ക്ക് മുകളിലാണ്. നാട്ടിൽ നിൽക്കുന്ന ഒരാൾ ആ ജോലി ഏകദേശം ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഒരു 5 ലക്ഷം അല്ലെങ്കിൽ $6 ലക്ഷം ഉണ്ടാക്കുന്നത് കാണുമായിരിക്കും ഏകദേശം, അല്ലേ? ഏകദേശം. അത് കൂടുതൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയത്തില്ല കേട്ടോ കറക്റ്റായിട്ടുള്ള എമൗണ്ട്. എനിവേ, ആ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ ഇവൻ പറഞ്ഞത്, സോറി കേട്ടോ, ഇടയ്ക്ക് കോള് വന്നുകൊണ്ടാണേ. ഇവൻ പറഞ്ഞത് ഇതാണ് ഇവനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള മെയിൻ കാര്യങ്ങളൊക്കെ. ഒന്ന് മെയിൻ ആയിട്ടുള്ള 2 കാര്യങ്ങൾ. പിന്നെ ഇവൻ പറഞ്ഞത് മറ്റൊരു കാര്യം, ഇപ്പം നമുക്കിപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വിക്ടോറിയയിലുള്ള ഒരാൾ വേറൊരു സ്ഥലത്തേക്ക് ഹോളിഡേയ്സിൽ പോകുമ്പോൾ നമ്മൾ വേണം അതിൻ്റെ ട്രാവലെല്ലാം മീറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ പെട്രോൾ കാശ്, അല്ലെങ്കിൽ അവിടുത്തെ അക്കോമഡേഷൻ, കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിലൂടെ പോകുമ്പോൾ ട്രാവൽ, അത് ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ട് ആണെങ്കിലും അത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെത്, അതേപോലെ തന്നെ ഇപ്പോൾ ജങ്കാർ പിടിച്ച് ഇപ്പോൾ ടാസ്മാനിയയിലെ ജോലിക്ക് പോകുന്നെങ്കിൽ അതിൻ്റെ ആ ജങ്കാറിൻ്റെ പൈസ, നമ്മുടെ കാറും കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ, അതല്ല നമ്മളിപ്പോൾ കാർ ഓടിച്ചാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ പെട്രോൾ പൈസയും അതെത്രയാണെന്ന് പറഞ്ഞാൽ അത് അവർ തരും. അതേപോലെ തന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അക്കോമഡേഷൻ, അവർ തരുന്ന അക്കോമഡേഷൻ വേണ്ട, വേറെ അക്കോമഡേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അക്കോമഡേഷൻ്റെ പൈസയെ അവർ റീഎംബേഴ്സ് ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മുഴുവൻ പോക്കറ്റ് മണിയാണ്. 1 കോടി രൂപ പോക്കറ്റ് മണി. നന്നായിട്ട് പൈസ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ആ പൈസ കൊണ്ട് നമുക്ക് പിന്നീട് എവിടെയും കറങ്ങാൻ പോകണമെങ്കിൽ കറങ്ങാൻ പോകാം. അതല്ല, നല്ല വീടോ അതോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയൊക്കെ മേടിച്ച് കൂട്ടി ആണെങ്കിൽ നമുക്ക് അതിന് ശേഷം അതിൽ നിന്ന് പാസീവ് കിട്ടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള സംഭവമല്ല. ഇത് കൂടുതലായിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല. ഇത് ആൺപിള്ളേരും പെൺപിള്ളേരും ഒരേപോലെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. കാരണം അതിനുള്ള ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെ ഇവരെടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അല്ലാതെ നമ്മളെ ചുമ്മാ അവരെടുത്ത് കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ ഇനി തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലല്ല പോകുന്നത്. അല്ലാതല്ല, സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് പോകുന്നത്. മിക്കവാറും പോകുന്നിടത്ത് ജോലി കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെല്ലാ ജോലിയും ചെയ്യാനായിട്ട് ഒരുക്കം ഉണ്ടായിരിക്കണം. കൂടുതലായിട്ടും ED നേഴ്സുമാർക്കൊക്കെയാണ് അവിടെ അവസരങ്ങൾ കൂടുതലെന്ന് പറഞ്ഞത്. എമർജൻസി നേഴ്സുമാർക്ക്, വാർഡ് നേഴ്സുമാർക്കും ഉണ്ട്. എങ്കിലും ഇതൊക്കെ ചെറിയ ചെറിയ ഫെസിലിറ്റീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ചെല്ലുന്നവർ എല്ലാ ജോലിയും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് 2 കൊല്ലത്തിൽ എക്സ്പീരിയൻസ് വേണം. 1 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ചിലരൊക്കെ കൊണ്ടുപോകാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതൊക്കെ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് സ്റ്റാഫിന് വേണമെങ്കിലാണ്. അതല്ലെങ്കിൽ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം.
കാരണം ചെല്ലുന്ന ഹോസ്പിറ്റലുകാർ നന്നായിട്ട് പൈസ തന്നിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, നേഴ്സുമാരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ഒന്നും കൂടെ പഠിപ്പിക്കാനായിട്ടുള്ളതോ നമുക്കല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ തരാനായിട്ടുള്ളതൊന്നും സാഹചര്യം കാണില്ല, അതിനുള്ള സ്റ്റാഫും കാണില്ലായിരിക്കും, അതിനുള്ള സമയം ഉറപ്പില്ലായിരിക്കും. അതുകൊണ്ട് പണി അറിയാവുന്നവരെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് 2 കൊല്ലം ഇവർ പറയുന്നത്. പക്ഷേ 2 കൊല്ലം നമ്മൾ ഇവിടുത്തെ നോർമൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഏജ്ഡ് കെയറിലായിട്ടോ അതേപോലെ തന്നെ ഹോസ്പിറ്റലിലായിട്ടോ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയിക്കോളും, നല്ല പൈസയും തരും. പിന്നെ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റുള്ളൂ. ട്രക്കിങ്ങും കാര്യങ്ങളും, പിന്നെ എന്താ പറയുന്നത്, ഏത് സാഹചര്യത്തിൽ പോയി ജീവിക്കാൻ താല്പര്യമുള്ളവർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു 6 ആഴ്ചത്തേക്കൊക്കെ മിനിമം കോൺട്രാക്റ്റ് ആണെന്ന് തോന്നുന്നു. ഈ 6 ആഴ്ചത്തെ മിനിമം കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ 2 കൊല്ലത്തെ 2 മാസത്തെ മിനിമം കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ 3 മാസത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത കോൺട്രാക്റ്റ് കിട്ടി അടുത്ത സ്ഥലത്തേക്ക് വേണം പോകാനായിട്ട്. അപ്പോൾ അന്നേരം നമുക്കുള്ള ബാഗും കാര്യങ്ങളെല്ലാം കെട്ടിപ്പറക്കിക്കൊണ്ട് പോകണം. അങ്ങനെ കെട്ടിപ്പറക്കിക്കൊണ്ട് പോകുന്നത് നമുക്ക് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതല്ല, അങ്ങനെ കെട്ടിപ്പറക്കിക്കൊണ്ട് പോകുന്നത് നമ്മൾ എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പണി നമുക്ക് പറ്റിയ പണിയല്ല. $2 ലക്ഷം വേണ്ട, നമുക്ക് 60,000 മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് യങ് ഫാമിലി ആണെങ്കിൽ, പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഈ പണിക്ക് പോകാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ പേരൻസ് ഒക്കെ കൂടെ ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കും മറ്റുമൊക്കെ ഇത് ഇത്തിരി പാടാണ്. എന്നാൽ എമർജൻസി ഡെസ്പറേറ്റ് ആയിട്ട് പൈസ വേണമെന്ന് കൂട്ടിക്കോ, അങ്ങനെയുള്ളവർക്കും പറ്റും നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തൊന്നും പറ്റും 1 കൊല്ലത്തെ ലീവ് എടുക്കുമോ അല്ലെങ്കിൽ ഒരു 6 മാസത്തെ ലീവ് എടുക്കുമോ, അത് കഴിഞ്ഞ് ഇങ്ങനെ പോകാവുന്നതാണ്. പക്ഷെ കോൺട്രാക്റ്റാണിത്. കോൺട്രാക്റ്റ് ആയതുകൊണ്ട് എപ്പോഴും കോൺട്രാക്റ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഒരു വലിയ ഡ്രോബാക്കാണ്. മിക്കവാറും കോൺട്രാക്റ്റ് കിട്ടും, പക്ഷില്ലെങ്കിൽ ഇപ്പം എപ്പോഴും കോൺട്രാക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും, നമുക്ക് ആവശ്യത്തിന് പണി കാണുകയില്ല. ഇപ്പോൾ ഈ പറയുന്ന ശമ്പളം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഉണ്ടാക്കാൻ പറ്റുമായിരിക്കണം. ഈ പയ്യൻ അവൻ പറഞ്ഞതനുസരിച്ച് എപ്പോഴും കോൺട്രാക്റ്റ് ഇഷ്ടം പോലെ കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞത്. അതേക്കുറിച്ച് നമ്മൾ ഒരുപാട് ബേജാറാവേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഇച്ചിരി പൈസ ഉണ്ടാക്കണം, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തണം. അതല്ലെങ്കിൽ എന്താ പറയുന്നത്, കടമൊക്കെ ഇച്ചിരി ഉണ്ട്, അതൊക്കെ ഒന്ന് വീടിക്കണം. അതിപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിനും കടമൊക്കെ ഉണ്ട്. എന്നാൽ 1 കൊല്ലം ഒന്ന് നന്നായിട്ടൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് ഈ കടമൊക്കെ ഒന്ന് വീട്ടിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരെ കൊണ്ടും പറ്റിയ പരിപാടിയല്ല കേട്ടോ. യങ്സ്റ്റേഴ്സിനാണ് കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നതും കിട്ടാൻ പറ്റുന്നതും, അല്ലെങ്കിൽ സിംഗിളായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെയാണ് ഇതൊക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. എനിവേ, ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ള കാര്യങ്ങൾ. എനിവേ, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഈ ട്രാവൽ നേഴ്സിങ്. അത് കഴിഞ്ഞ് എല്ലാവരും ഒരുപാട് പൈസ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് ഇത് ടൂ മച്ച് മണിയാണ്. കുറേ എടുത്തുകൊണ്ട് പോകാനൊക്കെ പറയട്ടെ നിങ്ങളോട്. അതിന് മാത്രം പൈസ ഉണ്ടാക്കണം. അത് കടമൊക്കെ വീട്ടി നല്ലൊരു ജീവിതം എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. നല്ല വീടൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് ജീവിക്കുക കേട്ടോ. താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ജീവിക്കുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. പിന്നെ ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആയിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. ഓക്കെ എന്നല്ലേ, ബൈ നോ.